Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദിയുടെ മധ്യമേഖലാ സമ്മേളനത്തിന് അങ്കമാലി ഒരുങ്ങുന്നു. ജൂലൈ 17-ന് CSA ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2017 ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തി ദിനത്തിൽ രൂപീകൃതമായ സംഘടനയാണ് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി. ഗാന്ധിയൻ തത്വങ്ങൾ പ്രചരിപ്പിക്കുക, അവ പ്രാവർത്തികമാക്കുക, വിവിധങ്ങളായ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയവയാണ് വേദി ലക്ഷ്യമിടുന്നത്. നിലവിൽ കേരളത്തിലെ 14 ജില്ലകളിലും 140 അസംബ്ലി മണ്ഡലങ്ങളിലും KPGDയുടെ സംഘടനാ സംവിധാനം പ്രവർത്തിച്ചു വരുന്നതായി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ MC ദിലീപ് കുമാർ പറഞ്ഞു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ സന്തോഷം. 2017 മുതൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി. ഗാന്ധിയൻ ആദർശങ്ങള്, ഗാന്ധിയൻ മൂല്യങ്ങള്, ഗാന്ധിയൻ സാമ്പത്തിക ഘടന, അതുപോലെ ഒരു ഗാന്ധിയൻ പരിസ്ഥിതി, ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ഉദാത്തമായ ഒരു സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി രൂപം കൊണ്ടത്. കക്ഷി രാഷ്ട്രീയങ്ങൾക്കെല്ലാം അതീതമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ നന്മയാണ് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ കാണുന്നത്. 140 നിയോജക മണ്ഡലങ്ങളിലും 14 ജില്ലകളിലും സജീവമായി ഇപ്പോൾ ഈ സംഘടന പ്രവർത്തിച്ചു വരുന്നു. എല്ലാ രംഗത്തുള്ള ആളുകളുടെയും പ്രൊഫഷണൽസ്, IT ഫീൽഡിലുള്ള ഡോക്ടേഴ്സ്, എല്ലാവരുടെയുള്ള സഹകരണം കൊറോണ കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം ഈ സംഘടന ശക്തമായി പ്രവർത്തിച്ചു തുടങ്ങിയത്. ഡോക്ടർ ഓൺ കോൾ എന്ന പരിപാടി കേരളം മുഴുവൻ നടന്നു നിൽക്കുവാനും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുവാനും ഈ സംഘടനയ്ക്ക് കഴിയും. ഈ സംഘടനയുടെ ഒരു പോഷക സംഘടനയായി കസ്തൂർബ ഗാന്ധി ദർശൻ വേദി എന്നൊരു സംഘടന കൂടിയുണ്ട്. വനിതകളുടെ സംഘടനയാണ്. പാവപ്പെട്ട വിധവകളായിട്ടുള്ള ആളുകൾ, ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളവരും അതുപോലെ കയറി കിടക്കാനുള്ള ഇടമില്ലാത്തതുമായ ആളുകളെ കണ്ടെത്തി അവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതികളുമൊക്കെ നമ്മുടെ മനസ്സിലുള്ളത് കുറേയൊക്കെ പ്രാവർത്തികമാക്കി വരുന്നതുമാണ്. പല ജില്ലകളിലും അത് നല്ല രീതിയിൽ നടന്നു വരുന്നു. നമുക്ക് ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ളതിന്റെ ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകളായിട്ടുള്ള നമ്മളുടെ പ്രവർത്തകരിൽ തന്നെയാണ് അതിന്റെ യഥാർത്ഥത്തിൽ സഹായം നമ്മൾ കണ്ടത്. മനസ്സുള്ളവർ തരുന്നതും നമ്മൾ സ്വീകരിക്കാറുണ്ട്. പക്ഷെ ആക്ച്വലി 25,000 ഫോളോവേഴ്സ് ഉള്ള സംഘടനയായി മാറിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് സമൂഹത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് ഗാന്ധിയൻ ആദർശങ്ങളാണ്. കാരണം ഒരു ഗാന്ധിയൻ സംഘടനയുടെ ആവശ്യകത എന്ത് എന്ന് ചോദിച്ചാൽ സ്കൂളുകളായാലും കോളേജുകളായാലും അവിടെയൊക്കെ നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുണ്ട്. എല്ലാ രീതിയിലുമുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഗാന്ധിയൻ സിദ്ധാന്തം അല്ലെ ഗാന്ധിയൻ ആദർശം കുട്ടികളിലേക്ക് പകർന്നാൽ നന്നായിരിക്കും എന്നുള്ള തോന്നലിലൂടെയാണ് ഈ സംഘടന പോകുന്നത്. 1000-ഓളം ഗാന്ധി സദസ്സുകളാണ് ഒരു വർഷം നമ്മൾ സംഘടിപ്പിക്കാൻ പറ്റാറ്. കഴിഞ്ഞ വർഷം 800-ലധികം ഗാന്ധി സദസ്സുകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. പാലക്കാട് ജില്ല ഏതാണ്ട് 52-ഓളം ഗാന്ധി സദസ്സുകൾ സംഘടിപ്പിച്ച ജില്ലയാണ്. അത് വലിയ പബ്ലിസിറ്റിയും നമ്മൾ കൊടുക്കാറില്ല. കാരണം നമുക്കൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, മനസ്സുകളിൽ നഷ്ടപ്പെട്ടു പോകരുത്. രാജ്യം മുന്നോട്ട് പോകുന്ന ചരിത്രത്തെ മാറ്റി നിർത്താതെ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളുമൊക്കെയായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആദർശപൂർണമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഇതിലൊക്കെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ വളരെയധികം അകമഴിഞ്ഞ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ സംഘടന വളരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എപ്പോഴെങ്കിലും നമുക്കൊരു ചേഞ്ചസ് വരുത്താൻ ഉള്ളൊരു ശ്രമം നടന്നു വരുന്നു എന്ന് മാത്രമേ ഞാൻ വിലയിരുത്തുന്നു. അങ്കമാലിയിലെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളത്, ഞാനിവിടെ സ്ഥിരം വരുന്നയാളാണ്. ഗാന്ധി സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരിക്കുന്ന കാലഘട്ടത്തില് എനിക്ക് അങ്കമാലി കാലടിയിലുള്ള പത്രപ്രവർത്തകരുടെ മാധ്യമ സുഹൃത്തുക്കളുടെ ഒക്കെ അകമഴിഞ്ഞ സ്നേഹവും അതുപോലെ കരുതലും
ഒപ്പം ആശയവിനിമയം നടത്താനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ കാണുവാനുള്ള ഒരുപാട് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷം. ഞാൻ ദീർഘമായൊന്നും പറഞ്ഞു പോകുന്നില്ല. ഈ 17-ാം തീയതി നമ്മൾ ഇവിടെ മധ്യമേഖലാ സമ്മേളനം കേരള പ്രദേശ് ഗാന്ധിദർശൻ വേദിയിൽ നടക്കുകയാണ്. എന്നോടൊപ്പം ഉള്ള ജോസേട്ടൻ വി ജോസ് ഇതിന്റെ സ്വാഗത സംഘ ചെയർമാനാണ്. മാമ്പഴക്കുരി VS ദിലീപ് കുമാർ, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്. സന്തോഷ് കൺവീനറാണ്. എറണാകുളം ജില്ലയുടെ കൺവീനറായിട്ട് ചെയർമാനായിട്ടുള്ള ശ്രീ ഷാജഹാൻ ഓണ്ടവയിലാണ്. പക്ഷെ ഇനിയും അത് താമസിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അദ്ദേഹം വന്നോളൂ. അദ്ദേഹം ഇത്ര സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതായിരുന്നു. ഒറ്റ വാക്കില് പറഞ്ഞ ഈ സമ്മേളനം വിജയിപ്പിക്കുവാന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ സഹായം ഉണ്ടാകണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. 4-5 ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത്. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള കേരള പ്രദേശ് ഗാന്ധിദർശൻ വേദിയുടെ പ്രവർത്തകരാണ് ഇവിടെ എത്തുക, അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാരാണ് എത്തുക. സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജൂലൈ 17-ന് മധ്യമേഖലാ സമ്മേളനം അങ്കമാലിയിൽ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 1:30-ന് CSA ഹാളിൽ ചേരുന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. MP-മാരായ ബെന്നി ബെഹന്നാൻ, ഡീൻ കുര്യാക്കോസ്, റോജി M. ജോൺ MLA, KPCC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ലിജു തുടങ്ങി ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ PV ജോസ് അറിയിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ മാമ്പുഴക്കരി VS ദിലീപ് കുമാർ, ജോയിന്റ് കൺവീനർ സന്തോഷ് അങ്കമാലി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.